നമസ്കാരം. SFIക്കെതിരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആക്രമണമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മാധ്യമങ്ങളിലൊക്കെ അന്തിച്ചർച്ച SFIയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. എന്തൊക്കെ രീതിയിലുള്ള കാപട്യങ്ങളും എന്തൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും ഒക്കെയാണ് അന്തിച്ചർച്ച നടത്തിയ അവതാരകർ പടച്ചുവിട്ടത്. ഒരു KSU പ്രവർത്തകനെ പോലെ, ഒരു കോൺഗ്രസ്സുകാരനെ പോലെ, ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ പോലെ ആറാടുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. നോക്കൂ, കാര്യവട്ടത്ത് SFI പ്രവർത്തകർ KSUവിന്റെ ജില്ലാ സെക്രട്ടറി സാൻജോസിനെ ക്യാമ്പസിനകത്തെ ഹോസ്റ്റലിൽ ഇടിമുറിയിലിട്ടങ്ങ് അടിച്ചവശനാക്കി. ഇതാണോ ഒരു SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ചെയ്യേണ്ടത്? അക്രമ രാഷ്ട്രീയമാണ് SFIയുടേത്, SFI നിരോധിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞ് SFIക്കെതിരെ ഇല്ലാത്ത പച്ച കള്ളങ്ങൾ ഇവർ പടച്ചുവിട്ട കാഴ്ച നമ്മൾ കണ്ടതല്ലേ. ഇപ്പോഴാ അതിന്റെ വാസ്തവം, സത്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് സത്യം? കാര്യവട്ടം ക്യാമ്പസിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് തിരുവനന്തപുരത്തെ KSUവിന്റെ ജില്ലാ സെക്രട്ടറിയായ സാൻജോസ് എത്തുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും വിളിച്ചുകൊണ്ട്. അവസാനം സംഘർഷം നടക്കുന്നു. സംഘർഷത്തിനിടയിൽ SFIക്കാർക്കാണ് പരിക്ക് പറ്റത്. പരിക്ക് പറ്റിയ SFIക്കാർ അവസാനം ഈ അവിടുത്തെ വാച്ച്മാനോട് പറയുന്നു, വാച്ച്മാൻ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്ന ശേഷമാണ് ഇവരെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ എന്തൊക്കെയാണ് സാൻജോസ് പറഞ്ഞുണ്ടാക്കിയത്? തന്നെതാ SFIക്കാർ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോഴാ പല ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. സാൻജോസ് ഈ അടിക്ക് ശേഷം പോലീസുകാർക്കൊപ്പം നിൽക്കുന്നതും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർക്കൊപ്പം വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. യാതൊരു രീതിയിലുള്ള പരിക്കുകളും കാണാനില്ല. പക്ഷെ പെട്ടെന്ന് മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുന്നു. മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞപ്പോൾ സാൻജോസ് വളരെ അവശനായിട്ട് നാടകം കളിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിൻസെന്റ് MLA സഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? SFI ഭരിക്കുന്ന കോളേജുകളിൽ ഇടിമുറികളുണ്ട് എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ അന്വേഷണ കമ്മീഷന്റെ രജിസ്ട്രാർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരിക്കുന്നു. അവിടെ ഒരു ഇടിമുറിയും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് VC-ക്ക് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വിദ്യാർത്ഥി സംഘടനയെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള പച്ച കള്ളമാണ് ഇവർ പടച്ചുവിടുന്നത്. അതിനുള്ള കാരണം ഞാൻ വഴിയെ പറയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അതായത് ഈ KSUവിന്റെ ഈ കുട്ടി നേതാവ്, ഈ നാടക നടൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് യജാതി ഗീർവാണവടിയായിരുന്നു. ഇപ്പോൾ സത്യമൊക്കെ പുറത്തു വന്നപ്പോൾ SFIക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, ഇതൊക്കെ വരുത്തി തീർത്തതാണ് എന്ന യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ ഏത് മാധ്യമമാണ് SFIയോട് മാപ്പ് പറയുന്നത്? SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെയും അതുപോലെ തന്നെ SFIയിലെ സാധാരണ പ്രവർത്തകരെയും SFIയെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും ഒക്കെ നിങ്ങൾ എത്ര സെക്കൻഡ് കൊണ്ടാണ് നിങ്ങൾ വളരെ മോശക്കാരായി ചിത്രീകരിച്ചത്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് വിൻസെന്റ് MLAയും ചാണ്ടി ഉമ്മനെയും ഒക്കെ അറസ്റ്റ് ചെയ്തു എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന സാഹചര്യം ഉണ്ടായല്ലോ. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അതായത് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ് ഇവർ. അങ്ങനെ സ്റ്റേഷൻ ഉപരോധിക്കുന്നതിനിടയിൽ അവിടെ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ഇവർ ഇത്തരത്തിൽ ഉപരോധനം നടത്തുന്നത്. ഈ ഉപരോധം നടത്തി പലയിടങ്ങളിലും സംഘർഷം ഉണ്ടാക്കിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ സംഘർഷത്തിനിടയിൽ പോലീസുകാരന് മർദ്ദനമേൽക്കുകയാണ്, പോലീസുകാരന് പരിക്കേറ്റുകയാണ്. അങ്ങനെ പരിക്കേൽക്കാൻ നേരത്തെ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ കേസെടുക്കും. അങ്ങനെയാണ് വിൻസെന്റ് MLAക്കെതിരെയും ഒപ്പം ചാണ്ടി ഉമ്മനെതിരെയും അവിടെ വന്ന ചില അക്രമികൾക്കെതിരെയും ഒക്കെ കേസെടുക്കുന്നത്. എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പിന്നീട് അരങ്ങേറുന്നത്? മാധ്യമങ്ങളിലൊക്കെ ഈ അക്രമികൾ അയച്ചു കൊടുത്ത വിഷ്വലുകൾ കാണിച്ചുകൊണ്ട് SFI ഇതാണ്, SFI ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിനൊപ്പം തന്നെ സഭയിൽ SFIയെ കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിൻസെന്റ് MLAയുടെയും പ്രതിപക്ഷത്തിന്റെയും മുഖത്ത് നോക്കി പറഞ്ഞത്, ഈ KSU എന്ന് പറയുന്ന സംഘടന ക്യാമ്പസുകളിലൊക്കെ കൊടികുത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ആ കൊടികുത്തി വാണ കാലം എങ്ങനെ ഇല്ലാതായി? ആ സമയത്ത് എന്തായിരുന്നു ക്യാമ്പസുകളുടെയൊക്കെ അവസ്ഥ? അതായത് അക്രമങ്ങൾ കൊണ്ട്, ചോര കൊണ്ട് അവിടെ KSU എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി സംഘടന അങ്ങ് പൂണ്ട് വിളയാടുകയായിരുന്നു. അങ്ങനെ അവസാനം ആ അക്രമത്തെ ചെറുത്തുകൊണ്ടാണ് SFI എന്ന് പറയുന്ന സംഘടന കലാലയങ്ങൾ പിടിച്ചടക്കിയത്. ഇന്ന് വിദ്യാർത്ഥികളുടെ ഒപ്പം നിൽക്കുന്ന ഒരു സംഘടനയായി മാറിയത്. അതിനിടയിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 35ഓളം SFI പ്രവർത്തകരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ആലോചിച്ച് നോക്കുക. അതൊക്കെ മുഖ്യമന്ത്രി അവിടെ എണ്ണി പറയുന്നുണ്ട്. ഓർക്കുന്നില്ലേ ധീരജ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു SFI പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് ആരാണ്? മാത്രവുമല്ല, കൊലപ്പെടുത്തിയ ശേഷം KPCC പ്രസിഡന്റ് K സുധാകരൻ എന്താണ് പറഞ്ഞത്? ഇരന്നു മേടിച്ച മരണം എന്നാണ് പറഞ്ഞത്. എത്ര നികൃഷ്ടമായ മനസ്സ്, എത്ര നികൃഷ്ടമായ ജീവിയാണ് അദ്ദേഹം ഒന്ന് പറയാതെ വയ്യ. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലും അയാളുടെ അകത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അങ്ങനെ
നിരന്തരം ഈ പറയുന്ന SFIയെ വേട്ടയാടിയും SFIയിലെ പല വിദ്യാർത്ഥികളെയും ഒക്കെ ഈ രീതിയിൽ ആക്രമിച്ചുമൊക്കെ KSUക്കാർ മുന്നോട്ട് പോയിട്ടും KSUവിന് പഴയതുപോലെ കോളേജുകൾ പിടിച്ചടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കോളേജുകൾ പിടിച്ചടക്കാൻ വേണ്ടി പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടി KSUവിൻ്റെ ഈ കുട്ടി നേതാക്കന്മാർക്കൊപ്പം ഈ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകളൊക്കെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എന്ത് പറയാനാണ്? നാദാപുരത്ത് അറിയാമല്ലോ, ഒരു ചെറിയൊരു ആക്രമണം ഉണ്ടായ കാര്യം നമുക്കറിയാം. അവിടെ എന്താ SFI KSUവിനെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇന്ന് അതിൻ്റെ വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇപ്പോൾ കാണിക്കാം. അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ SFIയുടെ സെക്രട്ടറിയെ KSUവിൻ്റെ പ്രവർത്തകർ അടിച്ച് നാശമാക്കുന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിക്കാം. ഇതൊരു മാധ്യമത്തിലും കാണാനിടയില്ല, കാരണം ഒരു മാധ്യമവും കാണിക്കുകയില്ല. നമുക്കറിയാമല്ലോ, കൊയിലാണ്ടി കോളേജിൽ അടിച്ച് കർണപുടം തകർത്തിരിക്കുകയാണ് അവിടെ ഒരു അധ്യാപകൻ, SFIക്കാരനെ. അത് ഇവർക്ക് വാർത്തയല്ലെന്നേ. SFIക്കാരൻ ആക്രമിക്കപ്പെട്ടാൽ, SFIക്കാരനെതിരെ അക്രമം ഉണ്ടായാൽ, SFIക്കാരന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ, SFIക്കാരൻ കൊല്ലപ്പെട്ടാൽ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. അതിന്റെ പേരിൽ ഒരു മാധ്യമവും അന്തിച്ചർച്ച നടത്താൻ തയ്യാറാവുകയുമില്ല. ഇനി SFIയെ കരിവാരി തേക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അവസാനം ഇതിന്റെ വസ്തുത ഇതുപോലെ പുറത്തു വരട്ടെ, ഏതെങ്കിലും മാധ്യമങ്ങൾ ആ വസ്തുത ഇതാണ് എന്ന് പറഞ്ഞ് വാർത്ത ചെയ്യുമോ? ഒരു മാധ്യമവും ചെയ്യില്ല. അതാണ് നമ്മുടെ മാപ്രകളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ജേർണലിസം എന്ന് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ കൊല്ലത്ത് ASFന്റെ ജില്ലാ കമ്മിറ്റിയിലുള്ള അംഗങ്ങളടക്കം മുഴുവൻ പേരും SFIയിൽ നിന്ന് ചേർന്നിരിക്കുകയാണ്. അതെന്താണ് അതിന് കാരണം? ASF എന്ന് പറയുന്ന സംഘടന ഇതിനിടയിൽ ഈ കലക്കവെള്ളത്തിൽ കാണിച്ച ഒരു നെറുകെട്ട പൊളിറ്റിക്സ് ഉണ്ട്, അതുകൂടി പറയേണ്ടതുണ്ട്. എന്താണ് വാസ്തവം? മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിച്ച് ASF എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി സംഘടന അവരെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം ചിലതൊക്കെ പറയാനുണ്ട്. അവരുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതിഷേധാർഹം. ASF സംസ്ഥാനത്ത് ക്യാമ്പസുകൾ തുറന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരുന്ന അക്രമ വാർത്തകൾ അപമാനകരമാണ്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലും പുനലൂർ SN കോളേജിലും കോഴിക്കോട് നാദാപുരം ഗവൺമെന്റ് കോളേജിലും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും നടന്ന സംഘർഷങ്ങൾ പ്രതിഷേധാർഹമാണ്. നാദാപുരത്ത് നടന്ന സംഭവമാണ് ഞാനിപ്പോൾ ഈ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാര്യവട്ടത്ത് നടന്ന സംഭവവും അതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ നടന്ന സംഭവവും ഞാൻ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് അതിൻ്റെ വാസ്തവം. അതാണ് യഥാർത്ഥ വാസ്തവം എന്ന് പോലും തിരിച്ചറിയാൻ ASFന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പറയുക? ഇത്തരത്തിൽ പരസ്യമായിട്ട് ASF ഒരു ഫേസ്ബുക്കിൽ അവരുടെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ഇടുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് SFI അടിക്കാൻ വേണ്ടി വടി കൊടുക്കുന്നതിന് തുല്യമല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. ASF എന്ന് പറയുന്ന സംഘടന ഇത്രയധികം അതപ്പതിച്ചു പോയോ എന്ന് ചോദിച്ചു പോവുകയാണ്. പിന്നെ അവരെന്താണ് പറയുന്നത്? സർഗാത്മക ഇടങ്ങളായി മാറേണ്ട ക്യാമ്പസുകളിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പൊതുസമൂഹത്തിനിടയിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് അപമതിപ്പുണ്ടാക്കുവാനേ സഹായിക്കുകയുള്ളൂ. കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണവും പ്രതിഷേധാർഹമാണ്. നിരന്തരമായി സംഘർഷങ്ങളിൽ ഭാഗമാകുന്നവരെ തള്ളിപ്പറയുന്നതിന് പകരം രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നതിലൂടെ ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ അദ്ദേഹമെന്ന് വ്യക്തമാക്കണം. അതായത് ഏതെങ്കിലും 4 മാപ്രകൾ SFIക്കെതിരെ എന്തെങ്കിലും ഇല്ലാത്ത കഥകൾ പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാടെ വിശ്വസിച്ച് SFIയെ തള്ളിപ്പറയുന്ന ഒരു മുഖ്യമന്ത്രി അല്ല ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അദ്ദേഹത്തിന് വാസ്തവം എന്താണെന്നും സത്യം എന്താണെന്നും തിരിച്ചറിയാനുള്ള നല്ല കഴിവുണ്ട്. അദ്ദേഹം സഭയിൽ ഉന്നയിച്ച, സഭയിൽ പറഞ്ഞ ആ ഒരു പ്രസംഗം ഒന്ന് ASF നന്നായി കേൾക്കുന്നത് നന്നായിരിക്കും. വേറൊന്നും കൊണ്ടല്ല. മാധ്യമങ്ങളും പ്രതിപക്ഷവും തള്ളുന്നത് മാത്രമാണ് സത്യമെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇനി വേറൊരു കാര്യം കൂടി അവർ അതിൽ പറയുന്നുണ്ട്. അതായത് അവർ പറയുകയാണ്, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ പോയില്ലെങ്കിൽ വലിയ വില ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ കൊടുക്കേണ്ടതായി വരും. ഈ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനുണ്ടായ ഒരു കേട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ASF പോലൊരു സംഘടന SFI അടിക്കാൻ വേണ്ടി വടി കൊടുക്കുമ്പോൾ അതിലും വലിയ ഒരു വീഴ്ച ഉണ്ടോ? പിന്നെ 4 വർഷ ഡിഗ്രി നടപ്പിലാക്കി മാറ്റത്തിന് കലാലയങ്ങൾ ചുവടുവെക്കുന്ന കാലത്ത് ഇത്തരം അക്രമി സംഘങ്ങളെ തങ്ങളുടെ സംഘടനയിൽ നിന്നും ഒഴിവാക്കുവാൻ ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും അവരെ കൃത്യമായ നടപടിക്ക് വിധേയരാക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളും ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ നിർദ്ദേശങ്ങളൊക്കെയാണ് ASF വെച്ചിരിക്കുന്നത്. ASF ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെ വേണം പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ? ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത്? ഇനി നമ്മൾ രേഖപ്പെടുത്തുന്ന പ്രതികരണത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ASF എന്ന് പറയുന്ന സംഘടന ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നത് നന്നായിരിക്കും. എന്തായാലും ASFന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു വിവരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ASFൽ നിന്ന് നിരവധി ആളുകൾ SFIയിൽ വന്ന് ചേരുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ ഈ പ്രതികരണത്തിൽ, നിങ്ങളുടെയൊക്കെ ഈ നിലപാടിൽ അവർക്കൊക്കെ എത്രത്തോളം ഒരു ആത്മവിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ എത്രത്തോളം അതിനെയൊക്കെ പിന്തുണയ്ക്കാൻ കഴിയുന്നുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് SFIക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച. എന്തായാലും എന്തുമാകട്ടെ,
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFIയെ കടന്നാക്രമിക്കാൻ വേണ്ടി 2-3 ദിവസം എന്തായാലും മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമം നടത്തി. പരിശ്രമം എല്ലാം വിഫലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ എത്രത്തോളം നിങ്ങൾ തല്ലിക്കടത്താനും ഇല്ലാതാക്കാനും ശ്രമം നടത്തുന്നുണ്ടോ അത്രത്തോളമൊക്കെ ആ സംഘടന ഓരോ ക്യാമ്പസുകളും പിടിച്ചടക്കിക്കൊണ്ട് SFI എന്ന് പറയുന്ന സംഘടന KSUവിൻ്റെ കോട്ടകൾ പിടിച്ചടക്കി കലാലയങ്ങളുടെ മുകളിൽ SFIയുടെ ശുഭ്രപതാക ഇങ്ങനെ പാറിപ്പറത്തിയ ചരിത്രമാണുള്ളത്. അതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പാറിപ്പറക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് അസഹിഷ്ണുത തോന്നാം എന്നുള്ളത് ഒക്കെ നമുക്കറിയാം. അതിൻ്റെ ഭാഗമായാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. പിന്നെ പണ്ട് ഞാൻ SFI കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില മാധ്യമപ്രവർത്തകർ, ചില അവതാരകർ, ചില അന്തിച്ചർച്ചയിലേക്ക് ഇരുന്ന് വല്ലാത്ത രീതിയിൽ SFI ഒക്കെ വിമർശിച്ച് കാണുന്നുണ്ട്. അങ്ങനെ വിമർശിക്കുന്ന ഈ താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാധ്യമ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്നവന്മാരെയൊക്കെ എന്തായാലും SFI കാരൻ, ഇടതുപക്ഷക്കാരൻ എന്നൊന്നും വിളിക്കാൻ കഴിയില്ല. അത്തരക്കാരെയൊക്കെ കടത്തുകാർ എന്ന് തന്നെ മാത്രമേ വിളിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.